ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ ഓക്സ്ഫോർഡിലേക്ക് ട്രിപ്പ് പോവാണ്. ഇന്ന് ഞാൻ എന്നെ മാത്രമല്ല വീഡിയോ എടുക്കണേ, വേറൊരാൾ എൻ്റെ കൂടെ ഉണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ മമ്മി തന്നെയാണ്. ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഓക്സ്ഫോർഡ് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീൽഡ് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയതാണ്. ഞങ്ങൾ ഓക്സ്ഫോർഡ് പോകുന്നത് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയും മ്യൂസിയം ഓഫ് ആർക്കിടെക്ചറും, അതായത് ആഷ്മെലൻ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഓക്സ്ഫോർഡ് ഒന്ന് കറങ്ങും, എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരും. പറ്റുന്നൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓക്സ്ഫോർഡ് പോകുന്ന വഴിയുള്ള ഒരു ഫാം ഏരിയയാണ് ആക്ച്വലി ഇത്. നിങ്ങളിപ്പം കാണുന്നത് മസ്റ്റേർഡ് ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്ന ഫീൽഡും പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന ഫീൽഡും പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയ പൂക്കൾ എന്തൊക്കെയോ നട്ട ഫീൽഡും കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഓക്സ്ഫോർഡിലേക്ക് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ ഇനി അവിടെ നിന്ന് കാണാം. UK ഏകദേശം ഒരു വർഷത്തിൽ 40,000 ടണ്ണോളം മസ്റ്റേർഡ് അഥവാ കടുക് കൃഷി ചെയ്യുന്നതെന്നാണ് കണക്ക്. ഇത് 2 തവണ കൃഷി ഉണ്ടാവും വർഷത്തിൽ, ഒന്ന് സ്പ്രിങ്ങിലും ഒന്ന് വിന്ററിലും. ഇപ്പോൾ സ്പ്രിങ്ങിലെ കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത്. ഏപ്രിൽ മുതൽ ജൂൺ വരെ ഈ മസ്റ്റേർഡ് ഫീൽഡിൽ നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കൾ കാണാൻ പറ്റും. നമ്മൾ പൊതുവെ എവിടെ പോകുമ്പോഴും ഈ ഹൈവേ റോഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടേ ഈ വില്ലേജ് സൈഡ് റോഡുകളാണ് ചൂസ് ചെയ്യാറ്. കാരണം അതാകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഒക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാം, ബോറടിക്കൂല. നമ്മളിപ്പോൾ പോകുന്ന ഓക്സ്ഫോർഡ് ഉണ്ടല്ലോ, അവിടെ ഇത്രയും ഫേമസ് ആവാൻ കാരണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വരുന്നത് 12ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ ഒരു നഗരത്തിൻ്റെ ചരിത്രം അതിലും ഒരുപാട് മുന്നെയാണ്, ഒരുപാടുണ്ട് ബാക്കിലേക്ക്. ഒരു കാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികൾ ഒത്തിരി മുന്നിലായിരുന്നു പാരീസ് യൂണിവേഴ്സിറ്റിയെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടൈമിൽ പാരീസ് യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ അങ്ങ് ബാൻ ചെയ്തു. ആ സമയത്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വീണ്ടും വളർന്നത്. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റുഡൻസ് ചേർന്നിട്ടാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. പക്ഷെ നമ്മളൊന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നില്ല, പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഫൈനലി നമ്മൾ ഓക്സ്ഫോർഡ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ഈ കാണുന്നതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഇന്ന് മൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ റോഡിൽ. അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, നിറച്ച് സ്റ്റുഡൻസ് ആയിരിക്കും എവിടെ തിരിഞ്ഞാലും. പ്രത്യേകിച്ച് ഈ മ്യൂസിയത്തിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി യൂണിവേഴ്സിറ്റി അടുത്തായതുകൊണ്ട് ഒത്തിരി സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ഒത്തിരി റഷായിരിക്കും. ഇത് ആക്ച്വലി ഒരു 19ാം നൂറ്റാണ്ടിൽ പണി കഴിഞ്ഞ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ഒരു 175 വർഷത്തോളം ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വളരെ നല്ല രീതിയിലാണ് ബിൽഡിങ്ങിൻ്റെ അവസ്ഥ. ഒരു ഗോത്തിക് സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തൊരു ബിൽഡിംഗ് ആണിത്. ഒരു ഐറിഷ് ആർക്കിടെക്റ്റ് ആണ് ഈ സ്റ്റൈലിൽ ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഡിസൈനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് സൺലൈറ്റ് മാക്സിമം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിന്റെ റൂഫ് ടോപ്പ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് കൊണ്ടാണ് റൂഫ് ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1860 നമ്മുടെ ഈ മ്യൂസിയത്തിൽ വെച്ച് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിനെ പറ്റി വലിയൊരു പ്രശസ്തമായൊരു ഡിബേറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. അതിന് പറയണത് ഓക്സ്ഫോർഡ് എവല്യൂഷൻ ഡിബേറ്റ് എന്നാണ് പറയണത്. ആക്ച്വലി ഈ മ്യൂസിയം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ബയോളജിയും ജിയോഗ്രഫിയും ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇതേ കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ചാൾസ് ഡാർവിൻ്റെ ഒരു പ്രശസ്തമായ ഒരു കപ്പൽ യാത്ര. അതിൽ പുള്ളിക്കാരൻ കളക്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും അതിൻ്റെ എല്ലാ എവിഡൻസും എല്ലാം തന്നെ ഈ മ്യൂസിയത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് വ്യൂസിൽ മാത്രം കാണുന്ന തരമുള്ള രോഗാണുക്കളാണ്. അതിൽ മലേറിയ ആണ് ഇപ്പം ആദ്യം കാണുന്നത്. ഇത് ടൈഫോയിഡിൻ്റെ ആണ്. ഇത് നമുക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആണ്. കൊറോണ വൈറസിൻ്റെ ആണ്. ഇത് ന്യൂമോണിയ. ഇത് മെനിഞ്ചൈറ്റിസ്.
ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒത്തിരി പില്ലേഴ്സ് ഉണ്ട്. എല്ലാ പില്ലേഴ്സിലും ഓരോ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ സ്റ്റാച്യൂവും വെച്ചിട്ടുണ്ട്. ചാൾസ് ഡാർവിൻ്റെയും ഐസക് ന്യൂട്ടൻ്റെയും സ്റ്റാച്യൂസൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ബാക്കിയുള്ള ഒത്തിരി സ്റ്റാച്യൂസ് ഒന്നും ആരുടെയൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. സ്റ്റാച്യൂസിൻ്റെ കൂടെ അവർ പേരും ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി, വായിച്ചതായിരുന്നു. ഈ വില്ലനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇവനാണ് നമ്മുടെ ജുറാസിക് പാർക്കിൽ ഉള്ളത്, ടീറെക്സ്. ഈ ടീറെക്സിൻ്റെ ഒറിജിനൽ ഫോസിലാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൽ അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ്. നമുക്കിത് കാണുമ്പോൾ ചുമ്മാ കുറച്ച് കളേഴ്സും ഭംഗിയും മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസിനോ അതിനെപ്പറ്റി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി. ഈ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇതിന് മുന്നേ വന്നപ്പോൾ ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ പല സ്പീഷീസ് ഓഫ് ഡിനോസേഴ്സിൻ്റെ ഫോസിലാണ് ഉള്ളത്. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ പല പല ടെറയിൽ നിന്ന് കിട്ടിയ സ്റ്റോൺസും കല്ലുകളും പിന്നെ ഉൽക്കയുടെ പീസുകളും ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ട് വേണം, പലതും പല ഷേപ്പും, ലൈം സ്റ്റോൺസും മാർബിൾസും കാണാൻ തന്നെ ഒരു വളരെ നല്ല സ്പാർക്ലിംഗ് ആയിട്ടുള്ള സ്റ്റോൺസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, ഇത് പെറൂന്ന് എക്സ്കവേറ്റ് ചെയ്താണ്. 10 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ് ഈ സ്റ്റോൺ. ഇത് കണ്ടാൽ ശരിക്കും നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ മൂവിയിലെ ടെസറാക്ക് പോലെയാണ് തോന്നുന്നത്. നമ്മൾ ഈ കാണുന്നില്ലേ, അത് ഒരു കടൽ ജീവിയുടെ താടിയലാണ് ആക്ച്വലി. അത് 153 മില്യൺ വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ താടിയിൽ ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ വോളിൽ ഹാങ് ചെയ്തിരിക്കുന്നത് വൂളി മൊഹമ്മദിന്റെ കൊമ്പാണ്. അപ്പോൾ നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത് പിറ്റ് റിവർ മ്യൂസിയത്തിലേക്കാണ്. ആക്ച്വലി പിറ്റ് റിവർ മ്യൂസിയം ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ആണ് ഉള്ളത്. ബേസിക്കലി പിറ്റ് റിവർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പല
രാജ്യത്തുള്ളവരുടെയും അവരുടെ കൾച്ചേഴ്സ്, അവർ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന യുടെൻസിൽസ്, പിന്നെ അവർ വെയർ ചെയ്തിരുന്ന ക്ലോത്ത്സ്, പിന്നെ അവരുടെ ടൈപ്പ് ഓഫ് വീടുകൾ, പിന്നെ അവർ എന്താ പറയുക ട്രാൻസ്പോർട്ട് ചെയ്യാൻ കമ്മ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ഉപാധികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. പക്ഷെ അവിടെ ഇച്ചിരി ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഇരുട്ടാണ് അതിൻ്റെ ഉള്ളിൽ. ഈ കാണുന്ന ഏരിയയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പണ്ട് ആളുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ചുരുളുകളാണുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല, ഈ ഷെൽഫിൽ മലയാളത്തിൽ എഴുതിയ ഒരു താളിയോല ഗ്രന്ഥമാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുത്ത് കാണുന്നത് നമ്മുടെ കോഴിക്കോട് ബേപ്പൂരിലുള്ള നദികളിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വള്ളങ്ങൾ ഉപയോഗിക്കുമല്ലോ, ഒരാൾക്ക് മാത്രം ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു വള്ളമാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. കാരണം ഇവിടെ ഓക്സ്ഫോർഡിൽ വളരെ ഫേമസ് ആയ ഒരു മ്യൂസിയത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഒരുപാട് ഫീൽ ചെയ്തു എനിക്ക്. ഈ ഏരിയയിൽ നമ്മുടെ ഏഷ്യയിൽ പല കൾച്ചറിലുള്ള ആളുകൾ ആരാധിക്കുന്ന ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഫെമിലിയർ ആയ പല ദേവീദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠകളും ഉണ്ട്. ബ്രിട്ടീഷുകാർ പണ്ട് കാലത്ത് സെയിലിങ്ങിന് യൂസ് ചെയ്തിരുന്ന പലതരം കപ്പലുകളാണ് ഈ ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത്തരം കപ്പലുകളിലാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി എത്തി അവിടെ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ നീലഗിരിയിൽ പണ്ടത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ഓഫ് ഹട്ടാണ്. ഇതിലാണ് അവർ പണ്ടത്തെ കാലത്ത് പശുവിൻ്റെ പാലൊക്കെ സ്റ്റോർ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി പോകാൻ പോകുന്നതുള്ളത് ആഷ്മലോ മ്യൂസിയത്തിലേക്കാണ്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്ന് നടക്കാവുന്ന ദൂരമുള്ളൂ ആഷ്മലർ മ്യൂസിയത്തിലേക്ക്. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് കട്ട് എടുത്ത് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്സ്ഫോർഡ് സിറ്റിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ടോപ്പ് ബസ്സിൽ സിറ്റി ടൂർ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളൊരു ബസ്സാണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്.
20 പൗണ്ടിന്റെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബസ്സിൽ 24 മണിക്കൂർ അൺലിമിറ്റഡ് ആയിട്ട് ഓക്സ്ഫോർഡ് സിറ്റിയിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ബസ്സിൽ ഫ്രീ വൈഫൈയും 14 ഭാഷയിലുള്ള ഓഡിയോ ഗൈഡും ഉണ്ടാവും. പൊതുവേ ഇന്ന് ഓക്സ്ഫോർഡ് സിറ്റി നല്ല ക്വയറ്റാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പം ആക്ച്വലി അവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഒത്തിരി ചെറിയ ചെറിയ കോളേജുകളും യൂണിവേഴ്സിറ്റീസും ഉള്ളതുകൊണ്ട് ഈ സിറ്റി ഒത്തിരി സ്റ്റുഡൻസ് കാരണം എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും, എപ്പോഴും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ ഇന്ന് നല്ല ക്വയറ്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആഷ്മലൻ മ്യൂസിയത്തിൽ എത്തിയിട്ടോ. ആഷ്മലൻ മ്യൂസിയത്തിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പുരാതന കാല ചരിത്ര നിർമ്മിതികളാണ്. ലൈക്ക് ഈജിപ്തിലുള്ള പിരമിഡുകളും ഗ്രീക്ക് റോമൻ ശില്പങ്ങളും അങ്ങനെയുള്ള പല സാധനങ്ങളുമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും മ്യൂസിയം ക്ലോസ് ആവുന്ന ടൈമായി, 5 മണിയായി. നമ്മൾ വന്നപ്പോഴത്തേക്കും മ്യൂസിയം ക്ലോസ് ആയി. അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കൽ നടക്കില്ല. ഓക്സ്ഫോർഡ് സിറ്റി സെന്ററിലെ ഏറ്റവും ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണ് ഈ കാണുന്ന ടവർ. ഓൾഡസ്റ്റ് എന്ന് പറയുമ്പോൾ വെറും ഒരു 1000 വർഷത്തെ പഴക്കം ഈ ടവറിനുള്ളൂ കേട്ടോ. ഈ ടവറിന്റെ പേരാണ് സാക്സൺ ടവർ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ലെയ്ഡ് ഹാറ്റേഴ്സിന്റെ ഷോറൂം ഉള്ളത്. ഈ ബിൽഡിങ്ങും ഏകദേശം ഒരു 800 വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഷെൽഡോണിയൻ തിയേറ്റർ. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയും പിന്നെ പലതരം പ്രഭാഷണങ്ങളും സെമിനാറും ഒക്കെ നടക്കുന്നത് ഈ ഷെൽഡോണിയൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ചാണ്. നിങ്ങൾ ഓക്സ്ഫോർഡ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് കേട്ടോ ഈ ഷെൽഡോണിയൻ തിയേറ്റർ. ഈ ബിൽഡിങ് ഒരു റോമൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് പണി തീർത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഓക്സ്ഫോർഡ് വിസിറ്റ് ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഓക്സ്ഫോർഡ് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയൊരു സിറ്റിയല്ല, വലിയൊരു സിറ്റിയാണ്. നമ്മളിന്ന് ഒത്തിരി സ്പോട്ടുകൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആഷ്മലൻ മ്യൂസിയം, പിന്നെ തേംസ് റിവർ, പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വീണ്ടും വരുമ്പോൾ ഓരോ വട്ടവും വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അറിയില്ല ഇതെങ്ങനെയാവും ഇതിൻ്റെ ഔട്ട്കം, എല്ലാവർക്കും ഇഷ്ടാവില്ലേ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.